ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു അസുഖത്തിന് ഒരു ആന്റിബയോട്ടിക് പോലും ഇഫക്റ്റീവ് ആവാത്ത ഒരു അവസ്ഥയെക്കുറിച്ച്. അവസാനമായി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് കണ്ടെത്തിയത് എപ്പോഴാണെന്ന് അറിയാമോ? കഴിഞ്ഞ കുറെ കാലമായി പുതിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യുന്ന ഒരു മരുന്നുണ്ടെങ്കിൽ അത് ആന്റിബയോട്ടിക് ആണ്. പനി വന്നു കഴിഞ്ഞാൽ, തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ, ഒരു ചുമ വന്നാൽ, എന്ത് വന്നാലും ആന്റിബയോട്ടിക് കഴിച്ചാൽ മതിയെന്ന് നമ്മൾ പലരും വിചാരിക്കുന്നു. ഈ ബുദ്ധിമുട്ടുകളുടെ ഭൂരിഭാഗവും വൈറൽ ഇൻഫെക്ഷൻ കാരണമാണ്. ആന്റിബയോട്ടിക് ഒരിക്കലും വൈറസിനെതിരെ പ്രവർത്തിക്കില്ല. ആന്റിബയോട്ടിക് പ്രവർത്തിക്കുന്നത് ബാക്ടീരിയക്കെതിരെയാണ്. ഇങ്ങനെ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആകുന്നു. അടുത്ത തവണ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ വരുമ്പോൾ അതേ ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കാതാവുന്നു. ഇത് തന്നെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ഇൻഫെക്ഷൻ നീണ്ടു നിൽക്കുന്നു, സ്ട്രോങ്ങർ IV ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം വരുന്നു, ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നേക്കാം, ചിലപ്പോൾ ICU വരെ എത്താം. ആന്റിബയോട്ടിക് കഴിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം ശരിയായ ഡോസ് പറഞ്ഞ ദിവസം മുഴുവൻ കഴിക്കുക. 2-3 ദിവസം കഴിച്ച് സ്വയം നിർത്തുന്നത് റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്നു.